ബാലയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. ബാലയായിട്ട് ബാലമായി കേരളം വിടാൻ വേണ്ടിയിരിക്കുക. ചെയ്താനെടുത്ത് കളിച്ച് ബാലയ്ക്ക് മണി കിട്ടി, സിദ്ദിഖിനും മണി കിട്ടി. ബാലയുടെ റിയൽ ഇപ്പോൾ മോഡും വൈഫിലും 2 വൈഫിലും എന്ന് പറയുമ്പോൾ മനസ്സിലാവും. എനിക്ക് വളരെ നല്ല മനുഷ്യൻ തോന്നിയത്. ഇപ്പോൾ സംശയമുണ്ട്. സിദ്ദിഖിൻ്റെ എല്ലാം അറിയാമല്ലോ, അത് പറയാൻ സത്യമാണ്. എന്തായാലും ചെയ്താനെടുത്ത് കളിക്കുന്നതെല്ലാം കളി പഠിക്കുക, എല്ലാവർക്കും പണി കിട്ടുക. സത്യമേ വിജയിക്കും അവസാനം. എലിസബത്ത് പിണങ്ങിപ്പോയതാണെന്നാണോ ആറാട്ടെണ്ണം പറയണത്? ഞാൻ എൻ്റെ അറിവിൽ അങ്ങനെയാണ്. പിണങ്ങിപ്പോയതാണ്. പേടിച്ചാണ് ഇപ്പോൾ അവർ പേടിച്ചാണ് ഗുജറാത്തിൽ പോയി. അങ്ങനെയാണ് അമൃത എൻ്റെ ഫ്രണ്ടാണ്, ചേട്ടാൻ്റെ ഫ്രണ്ടാണ്. ഒരുപാട് പേടി ഒരുപാട് ഭയങ്കര വയലൻസാണ് പറയുന്നത്. എന്തെങ്കിലും അതിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യണം. പക്ഷെ പുള്ളി പണ്ടത് ഇല്ലാത്ത കാര്യങ്ങൾ പറയാം. ഇപ്പോൾ മോളുടെ കാര്യം പബ്ലിക്കാക്കേണ്ട ഒരു ആവശ്യമില്ല. പേഴ്സണൽ മാറ്റർ ഒന്നും പബ്ലിക്കാക്കേണ്ട ആവശ്യമില്ല. ദിലീപ് മഞ്ജു അവരുടെ പേഴ്സണൽ മാറ്റർ പബ്ലിക്കായി. അതെല്ലാം പുള്ളി പബ്ലിക്കാക്കി വളരെ മോശമായി. ഇപ്പോൾ അമൃത സുരേഷും എലിസബത്തും മോളും അറിയിച്ച് വേറെ അഭിപ്രായമാണ്. എനിക്കറിയില്ല, എൻ്റെ മുമ്പിൽ പുള്ളി മോളുടെ കാര്യം പറഞ്ഞ് കരയാറുണ്ട്. എനിക്ക് വളരെ ജെന്യുനായിട്ട് തോന്നി. ഇവരെ ഈ സിനിമാക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പൺസിബിൾ പേഴ്സണാലിറ്റിയാണ്, ജീവിതത്തിൽ അഭിനയിക്കുന്നവരാണ്. ഇവർ ജെന്യുനാണ് ഇല്ലെന്ന് പറയാൻ പറ്റും. എന്തായാലും നീതിയായിട്ടാണ്. ആറാട്ടെണ്ണന് ബാല വിളിക്കുക എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എന്നെ അവസാനമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കേരളം വിടുകയെന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയെ കുറിച്ച് നമ്മൾ കാണുന്ന പോലെ അല്ല കേൾക്കുന്ന കാര്യം. അമൃത സുരേഷൻ കള്ളം വേണ്ട, അമൃത സുരേഷ് വീട് അടുത്ത കാലത്ത് കണ്ടു. ബാലയുടെ അടുത്ത് നിന്നിട്ട് വേറൊരു തരത്തിൽ പറയും, ചെകുത്താൻ്റെ അടുത്ത് നിന്നിട്ട് വേറൊരു തരത്തിൽ പറയും. ഞാൻ ഒറ്റ കാര്യം മാറ്റി പറഞ്ഞതാണ്, തോക്കിൻ്റെ കാര്യം. കാരണം അത് മാറ്റി പറയാൻ കാരണം സംഗീതത്തിൻ്റെ അവസ്ഥ വരുമെന്ന് പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യത്വമായിട്ട് ഞാൻ മാറ്റി പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞാൽ സ്വഭാവമാണ്. പക്ഷേ ഭയങ്കര ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, സെൻറ്റിമെൻറ്റ്സ് വെച്ചാണ്. ഞാൻ സെൻറ്റിമെൻറ്റ്സ് എടുത്ത് ഇരിക്കുന്ന സാധനം സെൻറ്റിമെൻറ്റ്സാണ് വീഴും. അതിലാണ് ഞാൻ വീണ്ടും. കാരണം പുള്ളിയുടെ മോളുടെ കാര്യം പറഞ്ഞ് പുള്ളി കരയാൻ പറഞ്ഞു. പുള്ളി ഞാൻ എൻ്റെ മനസ്സിലായി അതിനാണ്. പക്ഷേ കേൾക്കണം പുള്ളി അങ്ങനെ അല്ലെന്ന് പറയാം. വളരെ വയലൻസ് ഉണ്ട്, പിന്നെ ഒരുപാട് കള്ളം പറയും, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നുണ്ട്. അമൃത സുരേഷും ചരിത്രത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. പടിവാളും കൊണ്ട് എന്നെ 2 വീട്ടിൽ വെച്ച് അടിച്ചാണ്. തോക്കെങ്ങാനെടുത്ത് കാണിച്ച തോക്ക് ഉണ്ടായിരുന്നു, അതേ കണ്ടതാണ്. എന്നെ 2 വീട്ടിൽ വെച്ച് അടിച്ചതാണ്. വയലൻസാണ് വിളിക്കുന്നത്. ദേഷ്യം വന്നവർ കൺട്രോൾ ചെയ്യും. പിന്നെ ഇപ്പോൾ പറയുന്നു അമൃത 2ാമത്തെ കല്യാണം, ഫസ്റ്റ് വേറെ കല്യാണം ഉണ്ടായിരുന്നു, എലിസബത്ത് 3ാമത്തെ കല്യാണമാണ്. എനിക്ക് വളരെ ജെന്യുനായിട്ട് തോന്നി. പക്ഷെ അങ്ങനെ അല്ല കേൾക്കും. ബാല ആറാട്ടെണ്ണനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ വീഡിയോ ഒക്കെ നിർബന്ധിച്ചെടുപ്പിക്കുന്നതാണ്. അല്ല, അങ്ങനെയല്ല. ഞാൻ ലാസ്റ്റ് പോകുന്ന മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞാൽ എല്ലാം കാറിൽ എല്ലാം വിറ്റ് പോകുകയെന്ന് പറഞ്ഞു. ഇവരുടെ മോഡലാണെങ്കിൽ ഇവരെ കുറിച്ചൊന്നും നമുക്ക് ഐഡിയ ആയിട്ടില്ല. കാരണം ഇവരെല്ലാം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ്. കാരണം ഇവർ പല കഥാപാത്രം ചെയ്തവരാണ്. ഇവർ മികച്ച അഭിനേതാക്കളാണ്, മനസ്സിലാവില്ല. ബാല വളരെ ജെന്യുനായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ അമൃത സുരേഷും മറ്റേ എലിസബത്തും പറയാനനുസരിച്ച് അങ്ങനെ ഇല്ല. ഇപ്പോൾ 3ാമത്തെ കല്യാണം എനിക്ക് അങ്ങനെ പറയുന്നത്. ഫസ്റ്റ് വേറെ കല്യാണം ഉണ്ടായി. അവരുടെ പറഞ്ഞ് ഭയങ്കര ഹരാസ്മെൻ്റായിട്ട് കുറച്ച് ബ്ലഡ് വന്നിട്ട് അല്ല അമൃത കുട്ടുപോകുന്ന ആളാണ് പറഞ്ഞത്. അവരെനിക്കറിയാം ചെയ്ത ഉണ്ടാണ്. എന്തായാലും പുള്ളിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യുക. പക്ഷേ കള്ളം പറയുന്നതാണ് പ്രശ്നം, ഇല്ലാത്ത കാര്യം പറയാം. ആ മോൾ പേഴ്സണലായിട്ട് പ്രോബ്ലിക്കേണ്ട ആവശ്യമില്ല. ആ മോൾ ഇത്രയും സഫർ ചെയ്യാൻ കാരണം ഇത് പറഞ്ഞുകൊണ്ടാണ്. അത് പറയേണ്ട ഒരു ആവശ്യമില്ല. അത് ആ കുട്ടിയാണ് അഫക്റ്റ് ചെയ്തത്. അമൃത കുറേ നാൾ ഉണ്ടായിരുന്നു, അവസാനം ഒരു രക്ഷയിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ശരിയാവട്ടെ. കുടുംബ പ്രശ്നങ്ങൾ പബ്ലിക്കേണ്ട ആവശ്യമില്ല. അത് ആൾക്കാർ കളിയാക്കും, അവസാനം ആൾക്കാർ കളിയാക്കും, വേറെ നടക്കില്ല. അത് വിളിച്ചതിന് മണ്ടത്തിൽ മഞ്ജുവായിട്ട് നോക്കാം. അവരെന്തെങ്കിലും കാര്യം പുറത്ത് പറഞ്ഞു അത് പറയാൻ പാടില്ല. അതുപോലെ എന്തിനാണ് പറഞ്ഞത്? അമൃത അവസാനം നിവൃത്തിയില്ലാതെ പറഞ്ഞു. എനിക്ക് പുള്ളി വളരെ ജെന്യുനായി തോന്നി. പക്ഷെ അങ്ങനെ എല്ലാം കേൾക്കാം.